ഹായ് നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചിരിമുട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന വൈറ്റ് ബ്രെഡ് തന്നെയാണ്. ഒരു പാത്രത്തിൻ്റെയൊക്കെ അടപ്പ് വെച്ച് ഈ ഒരു സൈസിലൊന്ന് മുറിച്ചെടുത്താൽ മതിയാകും. ഇവിടെ 4 ചിരിമുട്ടയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ടേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയാണ്. ജസ്റ്റ് മുട്ട ഞാനൊന്നൊരു പാത്രത്തിലോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് സ്ലൈസ് ഇതുപോലെ മുട്ടയിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ചതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചിരിമുട്ട ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 2 സ്ലൈസ് ഇതുപോലെയുള്ളത് വേണം. അപ്പോൾ രണ്ടാമത്തെ പീസും ഇതുപോലെ മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആദ്യത്തെ പീസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ബ്രെഡ് കൊണ്ട് മുഴുവനായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ സൈഡ് ഭാഗവും അതുപോലെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം. മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കാണുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ വേണം റെഡിയാക്കിയെടുക്കാൻ. ഇനി ഇതിലോട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു 2 ടീസ്പൂണിനടുത്താണ്. അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ടുള്ളത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള മതി. ഈ ഒരു 4 ചിരിമുട്ട തയ്യാറാക്കി എടുക്കുന്നതിന് ഒരു ചെറിയ സവാള മതിയാകും കേട്ടോ. അപ്പോൾ സവാളയാണെങ്കിലും കൂടുതൽ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി വരുന്ന പാകത്തിൽ മാത്രം തയ്യാറാക്കി എടുത്താൽ മതി. അതല്ലാതെ നമ്മൾ ഈ മുട്ട റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വഴറ്റിയെടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് ഫ്ലെയിം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇറച്ചി മസാല പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മറ്റുള്ള പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും അതുപോലെ മീറ്റ് മസാല പൗഡറും പിന്നെ നമ്മൾ എരിവിന് പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ നമുക്കിതിലോട്ടേക്ക് ചെറുതായിട്ട് കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആയിട്ട് ഇരിക്കണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയുടെ അളവ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ മല്ലിയില ഉപയോഗിക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി ചൂടുള്ള എണ്ണയിലോട്ടേക്ക് നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് നമ്മൾ നേരത്തെ ബ്രെഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സെക്കൻഡിൽ ഇത് നല്ലതുപോലെ കുക്കായി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു കളറും ആ പാകം എന്ന് പറയുന്നത് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ കണ്ടോ, ഇത് നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു 3 പീസ് കൂടി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത പീസ് ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല മുരിഞ്ഞ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മയോണൈസാണ്. ഇതിപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ചിരുമുട്ട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഒരു മുട്ട ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയോണൈസാണ് കേട്ടോ. പിന്നെ 2 പുഴുങ്ങിയ മുട്ട വേണം. അതിങ്ങനെ നെടുകെ കീറി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നടുഭാഗം നമ്മൾ 2 പീസാണല്ലേ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉൾഭാഗത്തോട്ടേക്ക് നമ്മൾ ഇനി ഫില്ലിങ്സും കാര്യങ്ങളും വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മയണൈസാണ്. അപ്പോൾ മയണൈസ് അത്യാവശ്യം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മയണൈസ് തയ്യാറാക്കി എടുത്തപ്പോൾ ഞാൻ അധികം എണ്ണ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് ഞാൻ നമ്മുടെ ഈ സവാളയുടെ ഒരു മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും നമുക്ക് കുറച്ച് മയണൈസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മുട്ട ഇതുപോലെ ഇതിൻ്റെ വായ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അടച്ച് കാണുമ്പോൾ ശരിക്കും ഒരു ചിരിച്ച് നിൽക്കുന്ന ആ ഒരു ഫീലാണ് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വന്നതും തന്നെ.
കണ്ണൂർ പയ്യന്നൂർ അതുപോലെ തന്നെ മാടായിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകട വിഭവമാണിത്. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്കൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.